ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പം അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും അബ്സ്ട്രാക്ട് എന്നൊരു കീവേഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. അബ്സ്ട്രാക്ട് ക്ലാസ് പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റ് എന്നൊരു ക്ലാസ് എഴുതി ആ ക്ലാസ്സിനകത്ത് നമുക്ക് അബ്സ്ട്രാക്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിംഗ് ആണ്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നെയിം എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതെന്ന് പറയുന്നതും സ്ട്രിംഗ് ആണ്. പക്ഷേ നമുക്ക് പ്രിന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലോജിക്ക് ഞാൻ അവിടെ എഴുതുകയാണ്. console.log of hello this dot get name. എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് ഇനിയുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം. കോൺസ്റ്റന്റ് ബി ഈക്വൽ ടു ന്യൂ പ്രിന്റ് എന്ന് എഴുതാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എറർ സംഭവിക്കും. കാരണം cannot create the instance of an abstract class. ഈ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്ന സംഭവം സോളി ഇൻഹെറിറ്റൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്റർഫേസും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ, ഒരു സാധനത്തിന് ഡെഫിനിഷൻ മെമ്പർ ആണെങ്കിലും നമ്മൾ അബ്സ്ട്രാക്റ്റിനകത്ത് ഒരു ഡെഫിനിഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? മെമ്പേഴ്സ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിനും സെയിം ആയതുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റും. പക്ഷേ ഇൻ്റർഫേസിൽ നമുക്കത് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ വന്നിട്ട് ക്ലാസ് പ്രിന്റ് എ എക്സ്റ്റൻസ് പ്രിന്റ് താഴെ വന്നിട്ട് ഇപ്പോൾ തന്നെ എറർ വന്നു. പ്രിന്റ് എ മിസ്സിംഗ് ഫോളോയിങ് ടൈം. നമ്മൾ ക്വിക്ക് ഫിക്സ് അടിച്ചു കൊടുക്കുകയാണ്. ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്ലാസ് എല്ലാം ഇങ്ങോട്ട് എഴുതുകയാണ്. റിട്ടേൺ this dot name print name is equal to isha. ഇത്രയും നമ്മൾ എഴുതിയിട്ട് ഇവിടെ താഴെ വന്നിട്ട് നമ്മൾ p ഈക്വൽ ടു ന്യൂ പ്രിന്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് p ഡോട്ട് പ്രിന്റ് കൊടുക്കുകയാണ്. p എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഹലോ ഇഷ എന്ന് പ്രിന്റ് ആയിട്ട് കിട്ടും. ഇവിടെ കാണിക്കാം. ഹലോ ഇഷ എന്ന് പ്രിന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പം ഇത്രയേ ഉള്ളൂ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത ക്ലാസ് ആണെങ്കിൽ അത് കോൺക്രീറ്റ് ക്ലാസ് ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇൻ്റർഫേസസിന് പോലെ നമുക്ക് കുറേ സംഭവങ്ങൾ ഡിറൈവ് ചെയ്യാനുണ്ട്. എന്നാൽ കുറേ സംഭവങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് സെയിം ആണ്. ആ സിനാരിയോസിലൊക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കേട്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇതൊരു വളരെ പ്രോത്സാഹനമായിരിക്കും.